ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगण ललिता शिवशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत्. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 4-ാമത്തെ അധ്യായം 24-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവേർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണഹുതം ബ്രഹ്മൈവാതേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവേർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവാതേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഹരേ കൃഷ്ണ. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മേ ബ്രഹ്മ കർമ്മ സമാധിനൗ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഓക്കെ, മിനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മൈ ബ്രഹ്മണാഹൃതം ബ്രഹ്മൈവാതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഹരേ കൃഷ്ണ പ്രഭു. പ്രിയ മാതാജി. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മേന തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജൂബി മാതാജി. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മകൗ ബ്രഹ്മണാസഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവേർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹൃതം ബ്രഹ്മൈവാതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഹരേ കൃഷ്ണ. ഗോകുൽ പ്രഭു. ഇല്ല. ഓക്കെ. ശൈലജ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഹരേ കൃഷ്ണ. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ ശൈലജ മാതാജി. ഹരേ കൃഷ്ണ. ഹോമിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബ്രഹ്മാർപ്പണമാകുന്നു. ഭവിഷ്യം ബ്രഹ്മമാകുന്നു. മാതാജി ഒരു മിനിറ്റ്. അത് ഭഗവത്ഗീത വേറെ അല്ലേ? മീനിങ് വ്യത്യാസമുണ്ട്. ഓക്കെ, ശ്രീദേവി മാതാജി വായിക്കും എന്റെ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസ്സും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളവയാണ്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നീതു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഈ ശ്ലോകം ഒന്ന് വായിച്ചോളൂ. പ്രഭു, എനിക്ക് ഏതാ ശ്ലോകം എന്നറിയില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 4:24. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവ ബ്രഹ്മണാഹുതം അല്ലേ? അതെ. വിവർത്തനം. കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തതുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസ്സും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളവയാണ്. Very good. Okay. A person who is fully absorbed in Krishna consciousness is sure to attain the spiritual kingdom because of his full contribution to spiritual activities, in which the consummation is absolute and that which is offered is of the same spiritual nature. ഇവിടെ ഇത് യജ്ഞത്തിനെ പറ്റി, യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു പ്രവൃത്തിയാണോ, ഏതൊരു കർമ്മമാണോ ഭഗവാന് സമർപ്പണം ചെയ്ത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത്, ഇതെല്ലാം യജ്ഞമാണ്. അപ്പോൾ സാധാരണ നമ്മൾ യജ്ഞം ഹോമം എന്ന് പറഞ്ഞാൽ പൂജാതി കർമ്മങ്ങൾ അല്ലേ, സ്പിരിച്വൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ഈവൻ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും അതിനെ യജ്ഞമായിട്ട് മാറ്റാൻ പറ്റും. ഭഗവാന് സമർപ്പണം ചെയ്ത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത് എല്ലാം യജ്ഞങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആരാണോ ഈ യജ്ഞം ചെയ്യുന്നത്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന അതിൻ്റെ സാധനങ്ങൾ ആർക്ക് വേണ്ട, ഇതെല്ലാം ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുമ്പോൾ അതെല്ലാം ഭൗതിക തലത്തുനിന്ന് ആധ്യാത്മിക തലത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് വസ്തുക്കളല്ലേ, ഓരോ സാധനങ്ങളും, അതെല്ലാം എന്തായി, അതിൻ്റെ നേച്ചർ എന്തായി, മെറ്റീരിയൽ നേച്ചർ ടു സ്പിരിച്വൽ നേച്ചറായിട്ട് മാറും. കാരണം ഭഗവാന്റെ പ്രീതിക്ക് ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കാരണം ബിക്കോസ് ഓഫ് ഹിസ് ഫുൾ കോൺട്രിബ്യൂഷൻ ടു സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഇൻ വിച്ച് ദ കൺസ്യൂമേഷൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് അബ്സല്യൂട്ട്. അതിൻ്റെ നേച്ചർ അബ്സല്യൂട്ട്. അബ്സല്യൂട്ട് പറഞ്ഞാൽ സച്ചിദാനന്ദമാകുന്നു. അത് ഭൗതിക നേച്ചറല്ല, മെറ്റീരിയൽ നേച്ചറല്ല. ആൻഡ് ദാറ്റ് വിച്ച് ഈസ് ഓഫേർഡ്, എന്താണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, അതും അതിൻ്റെ ആധ്യാത്മിക പ്രകൃതിയിലേക്ക് വരുന്നു, പരാപ്രകൃതിയിലേക്ക് വരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ പരാപ്രകൃതി ആണെങ്കിൽ കൂടിയിട്ട് അത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് പരാപ്രകൃതിയായിട്ട് മാറുന്നു, അത് സച്ചിദാനന്ദമായിട്ട് മാറുന്നു, അത് കൃഷ്ണ കോൺഷ്യസ് ആയിട്ട് മാറുന്നു. സോ ഹൗ ആക്ടിവിറ്റീസ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ് ക്യാൻ ലീഡ് വൺ അൾട്ടിമേറ്റ്ലി ടു ദ സ്പിരിച്വൽ ഗോൾ ഈസ് ഡിസ്ക്രൈബ്ഡ് ഹിയർ. അപ്പോൾ എങ്ങനെ നമ്മളുടെ കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എങ്ങനെയാണ് അത് മെറ്റീരിയൽ നേച്ചറിൽ നിന്ന് സ്പിരിച്വൽ നേച്ചറിലേക്ക് മാറുന്നത് എന്നാണ് ഇവിടെ വിവരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വളരെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഇതാണ്, എല്ലാവർക്കും പല ആൾക്കാർക്കും പാട്ട് നന്നായിട്ട് പാടാൻ അറിയാം, ചില ആൾക്കാർക്ക് പാട്ട് ആസ്വദിക്കാൻ അറിയാം. സാധാരണ നമ്മൾ പാട്ട് പാടുന്ന ആളും പാട്ട് ആസ്വദിക്കുന്ന ആളും രണ്ടുപേരും എന്താണ്, പാട്ട് പാടുന്ന ആള് തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പാട്ട് ആസ്വദിക്കുന്ന ആള് അവരും തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. ഇതേ പാട്ട് നമുക്ക് എങ്ങനെ സ്പിരിച്വൽ ആക്കാം? നമ്മളിപ്പോൾ ഒരു കച്ചേരിക്ക് പോകുന്നുണ്ട് അല്ലേ, കച്ചേരിക്ക് പോകുന്ന ഓഡിയൻസ് അവർ പാട്ട് ആസ്വദിക്കാൻ വേണ്ടി പോകുന്നു. കച്ചേരി പാടുന്ന ആൾക്കാർ അവരെന്താണ്, അവരും പാടി ആസ്വദിക്കുന്നു. അപ്പൊ ഇതൊരു മെറ്റീരിയൽ ആക്ടിവിറ്റിയാണ് ആക്ച്വലി. ഇതിനെ നമുക്ക് എങ്ങനെ സ്പിരിച്വൽ ആക്കാൻ പറ്റും? ഭഗവാന്റെ നാമങ്ങൾ പറയാം, അപ്പോ നമ്മള് ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുക, അപ്പോ ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അതേസമയം നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇത് കേൾക്കുന്ന ആൾക്കാരുടെ ആ കോൺഷ്യസ്നെസ്സും പ്യൂരിഫൈ ആവും അല്ലെ. അപ്പൊ രണ്ടുപേരും ഇത് ഈ ഭഗവാന്റെ നാമം കീർത്തി കീർത്തനങ്ങൾ ചെല്ലുന്ന ആൾക്കാരുടെയും പ്യൂരിഫിക്കേഷൻ നടക്കും. ഇത് കേൾക്കുന്ന ആൾക്കാരുടെയും
പ്യൂരിഫിക്കേഷൻ നടക്കും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ആ ഒരു കീർത്തനം പാടാനുള്ള ടാലന്റിനെ, ആ പാട്ട് ആസ്വദിക്കാനുള്ള അതും രണ്ടുപേർക്കും ഭഗവാന്റെ പ്രാർത്ഥന, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ രണ്ടുപേർക്കും പ്യൂരിഫിക്കേഷൻ നടക്കും. അല്ലാതെ നമ്മൾ ബോളിവുഡ് ഹോളിവുഡ് സോങ്സ് ഒക്കെ കേട്ടാലും അത് പാടിയാലും പ്യൂരിഫിക്കേഷൻ നടക്കില്ല. ആസ്വാദനം ഉണ്ടാവും, ഇന്ദ്രിയ ആസ്വാദനം ഉണ്ടാവും തീർച്ചയായിട്ടും, പക്ഷെ അവിടെ ആത്മീയ സംതൃപ്തി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനെയും, ഇപ്പൊ നമുക്ക് ഭക്ഷണം, ചില ഭക്ഷണങ്ങൾ നന്നായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പൊ അതേ ഭക്ഷണം തന്നെ ഭഗവാൻ അർപ്പിച്ചിട്ട് അത് നമ്മൾ കഴിക്കുമ്പോൾ, അതിന്റെ റെമനൻസ് കഴിക്കുമ്പോൾ അതെന്തായി സ്പിരിച്വലായി. അപ്പൊ നമുക്ക് പാപകർമ്മങ്ങൾ എടുക്കേണ്ടി വരില്ല. ഭഗവാന് സമർപ്പിച്ച് കഴിക്കുമ്പോൾ പാപകർമ്മങ്ങൾ ഏൽക്കേണ്ടി വരില്ല. അതേസമയം ആ അർപ്പണം വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ ആണെങ്കിൽ, സ്നേഹത്തോടു കൂടിയും വളരെ ഇഷ്ടത്തോടു കൂടിയും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി അർപ്പണം ചെയ്യുമ്പോൾ അതെന്തായി, നമ്മുടെ പാപകർമ്മങ്ങളിൽ നമ്മൾ മുക്തി കിട്ടുക മാത്രമല്ല, നമുക്ക് കൃഷ്ണപ്രേമം കൂട്ടി കിട്ടുന്നു, ഭഗവത് ഭക്തി കിട്ടുന്നു. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. ഓക്കെ, അതായത് ആദ്യം പറയുന്നു പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ചതി തഥാം ഭക്തിയ ഉപഹൃതം അസ്നാമി പ്രയതാത്മന. അതായത് ഈ ഐറ്റങ്ങൾ, പത്രം പുഷ്പം ഫലം തോയം, ഇതെല്ലാം എനിക്ക് സ്നേഹത്തോടുകൂടി അർപ്പിക്കുന്ന ആരാണോ അവരെ എനിക്ക് വളരെ ഇഷ്ടമാണ്, അത് നല്ലതാണ്, ഞാൻ സ്വീകരിക്കുന്നു. അതേസമയം ഭഗവാൻ ഇതും പറയുന്നുണ്ട് അർജുനോട്, യജ്ഞശിഷ്ടാശിനോ ശന്തോ മുച്ചന്തേ സർവകൽപിഷേ പൂഞ്ചതേ തേതോകം പാപം ഏ പച്ചന്തി ആത്മകാരണ. അതായത് ഏതൊരു വ്യക്തിയാണോ ഭഗവാന് അർപ്പിക്കാതെ ഭോഗം ചെയ്യുന്നത്, അതായത് ആ ഭോഗവസ്തു കൺസ്യൂം ചെയ്യുന്നത്, അവർ പാപം മാത്രമാണ് കഴിക്കുന്നത്. ഭഗവാന്റെ അതായത് ഭഗവാൻ അർപ്പിച്ച അതിന്റെ ശിഷ്ടം, റെമനൻസ് അല്ലേ, ഉച്ഛിഷ്ടം എന്ന് പറയും. ഭഗവാൻ അതിനെ ജസ്റ്റ് ഗ്ലാൻസ് ചെയ്യുന്നുള്ളൂ, അത് കഴിക്കുകയും ചെയ്യും, അതേപോലെ നമുക്ക് തിരിച്ചു തരും ചെയ്യും. ഒരു ക്വാണ്ടിറ്റിയും കുറവ് വരുന്നില്ല അല്ലേ. പക്ഷെ ഭഗവാൻ അതിനെ പ്യൂരിഫൈ ചെയ്യുന്നു, അതിലൂടെ നമുക്ക് കൃഷ്ണപ്രേമം കിട്ടുന്നു. അല്ലാതെ കഴിക്കുന്നതെല്ലാം നമ്മൾ എന്തായും പാപങ്ങളാണ് കഴിക്കുന്നത്, വെറും പാപമാണ് കഴിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നു. യു ആർ ഈറ്റിംഗ് വെരിലി സിൻ എന്നാണ് പറയുന്നത്. ഭഗവാൻ അർപ്പിക്കാതെ കഴിക്കുന്ന ഇതെല്ലാം നമ്മൾ പാപമാണ് കഴിക്കുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന വസ്തു, അതായത് വെജിറ്റബിൾസ് അല്ലെ, അതിനും ജീവനുണ്ട്. പക്ഷെ അത് നമ്മുടെ കോട്ടയാണ്. ജീവോ ജീവസ്യ ജീവനം. നമ്മളെല്ലാവരും സബ്സിസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു ജീവനെ ആസ്പദമാക്കിയിട്ടാണ്, ആശ്രയിച്ചിട്ടാണ്. നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഓരോരുത്തർക്കും, ഓരോ ജീവജാലങ്ങൾക്കും അവർക്കായി പ്രത്യേക കോട്ട ഭഗവാൻ തന്നിട്ടുണ്ട്. ഈശോപനിഷത്തിൽ പറയുന്ന പോലെ, ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. സോറി, അതല്ല, ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗതിം ജഗത് തേന തെക്വേന ഭൂഞ്ചിത മാകൃത കസ്യസിത. അപ്പൊ ഈശാവാസ്യം ഇതം, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ആരുടെ അധീനത്തിലാണ്? ഭഗവാന്റെ. ഈശ മീൻസ് സുപ്രീം ലോർഡ്. അദ്ദേഹത്തിൻ്റെയാണ്, അദ്ദേഹമാണ് ഇതിന്റെ പ്രൊപ്പറേറ്റർ, ഇതിന്റെ കൺട്രോളർ, ഇതിന്റെ മാസ്റ്റർ, ഇതിന്റെ എൻജോയർ. പക്ഷേ നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട് നമുക്കെല്ലാം ഒരു പെർട്ടിക്കുലർ കോട്ട. അപ്പൊ മനുഷ്യജാതിക്ക് തന്നിരിക്കുന്നത് വെജിറ്റബിൾ ആണ്. മൃഗങ്ങൾക്ക് മറ്റു മൃഗങ്ങളെ വേട്ടയാടി കൊന്ന് കഴിക്കാം, അവർക്ക് പാപം കിട്ടില്ല. നമുക്ക് ഹയർ ഇന്റലിജൻസ്, ഹയർ കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് മാത്രമേ പറയുള്ളൂ. അതിനും ജീവനുണ്ട്, പക്ഷെ നമുക്ക് എത്ര ആവശ്യമുള്ളൂ അത്രേ അതിന് എടുക്കാൻ പാടും, അതിന് കൂടുതൽ എടുക്കാൻ പാടില്ല. കൂടുതൽ കോട്ട എടുത്താൽ നമ്മൾ വീണ്ടും എന്തായി, നമ്മുടെ അത്യാഹാരം, വി ആർ എൻക്രോച്ചിങ് അപ്പോൺ അതർ പ്രോപ്പർട്ടി. അപ്പൊ അത് പാടില്ല. എത്ര ആവശ്യമുണ്ടോ നമ്മുടെ സബ്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് അത്ര എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അത് അങ്ങനെ കഴിച്ചാൽ പാപമാണ്. പക്ഷെ അത് ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് കഴിച്ചാൽ അത് പാപമല്ല. അപ്പോൾ ആ നമ്മൾ ഓഫർ ചെയ്യുന്നതും എന്തായി, സ്പിരിച്വലായി, സച്ചിദാനന്ദമായി. അത് ഇറ്റ് ഈസ് നോ ലോങ്ങർ മെറ്റീരിയൽ. അതാണ് ഇവിടെ പറയുന്നത്. So there are various activities in Krishna consciousness and all of them will be described in the following verses. But for the present, just the principle of Krishna consciousness is described. അപ്പോൾ എങ്ങനെ നമ്മൾ
നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ കർമ്മങ്ങളും അതിനെ സ്പിരിച്വലൈസ് ആക്കാം എന്നാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഇതിനെ പ്രയത്നിക്കുന്നത് ആവശ്യമില്ല. നമ്മൾ ഒരു ചെറിയൊരു ഷിഫ്റ്റ് ചെയ്താൽ മാത്രം മതി. ചെറിയൊരു ഷിഫ്റ്റ്. നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ, അത് ചെയ്യുന്ന അതേ കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യാൻ എന്താണോ പാടുള്ളൂ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എന്ത് ചെയ്യാൻ പാടും എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും മറ്റു ഗ്രന്ഥങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് ആ കർമ്മങ്ങളെ ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് ചെയ്യുമ്പോൾ അത് സ്പിരിച്വലായി, ആധ്യാത്മികമായി. സോ കണ്ടീഷൻ സോൾ entangled in material contamination is sure to act in the material atmosphere and yet he has to get out of such environment. അപ്പോൾ നമ്മളെല്ലാം ബദ്ധാത്മാക്കളാണ്. അപ്പം നമ്മൾ യൂഷ്വലി എന്താണ്, കണ്ടീഷൻ സോൾ ആണല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ മായാലോകത്ത് അകപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് വ്യക്തമല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ആരെ ആശ്രയിക്കണം? ഗുരു, സാധു ആൻഡ് ശാസ്ത്ര. അപ്പം അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ മായാലോകത്തിൻ്റെ മായയുടെ ക്ലച്ചസ് മായ വലയത്തിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ മായാലോകത്ത് നിന്ന് പുറത്തു കിടന്നാൽ തീർച്ചയായിട്ടും ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. So the process by which the conditioned soul can get out of the material atmosphere is Krishna consciousness. അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് കൃഷ്ണാവബോധത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളത്. അതാണ് അതിൻ്റെ പ്രോസസ്സ്. ഫോർ എക്സാമ്പിൾ, എ പേഷ്യൻറ്റ് ഹു ഇസ് സഫറിംഗ് ഫ്രം എ ഡിസോർഡർ ഓഫ് ദ ബowel due to over-indulgence in milk products is cured by another milk product, namely curds. അപ്പോൾ സാധാരണ ഈ പ്രഭാത് എപ്പോഴും പറയാനുണ്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വയറ് സംബന്ധമായിട്ടുള്ള അസുഖം വരികയാണ്, മിൽക്ക് പ്രൊഡക്ട്സ് കഴിഞ്ഞിട്ട്, പാലിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ കഴിച്ച് അതിൻ്റേതായിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് അസുഖം മാറ്റാം. അതെന്താണ്? കേട്, തൈര്. അപ്പോൾ അങ്ങനെ വരുന്ന അസുഖത്തെ നമ്മുടെ അതിൻ്റെ തന്നെ വേറൊരു ബൈ പ്രൊഡക്റ്റാണ് തൈര്. അതിനെ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന പറയുന്നത്. സോ the materially absorbed conditioned soul can be cured by Krishna consciousness as set forth here in Gita. അതേപോലെ നമ്മൾ മായാലോകത്ത് അറിയാതെ പല ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളും ചെയ്തു വരുന്നു. അതിൽ നിന്ന് ഉണ്ടാകുന്ന ആ അസുഖം മെറ്റീരിയൽ മിസറീസ്, അതിനെ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. എന്താണ്? കൃഷ്ണാവബോധത്തിലൂടെ. Can be cured by Krishna consciousness. This process is generally known as യജ്ഞ. അപ്പോൾ യജ്ഞ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ്, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞമാണ്. അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, യജ്ഞാനാം ജപയജ്ഞോസ്മി. ഏറ്റവും നല്ല യജ്ഞം എന്താണ്? കലികാലത്തെ ജപയജ്ഞം. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല യജ്ഞം ജപയജ്ഞം, ജപിക്കുക, നാമജപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതാണ് ഏറ്റവും നല്ല യജ്ഞം. വളരെ സിമ്പിളാണ്, മറ്റ് യുഗങ്ങളിലെ പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല. ആർക്കും ഏത് സമയത്തും എവിടെ വെച്ചിട്ടും നാമം ജപിക്കാം. നാമമാണിത്. ഇത് ഒരു വേദിക് മന്ത്രമായിട്ടല്ല, ഇത് നാമമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ നാമം നമുക്ക് ജപിക്കുമ്പോൾ നമ്മളുടെ പ്യൂരിഫിക്കേഷൻ നടക്കും, അതേപോലെ കൃഷ്ണപ്രേമം കിട്ടും. So the more the activities of the material world are performed in Krishna consciousness or for Vishnu only, the more the atmosphere becomes spiritualized by complete absorption. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പ്രഭുപാദ പറയുന്നത്? The more the activities of the material world are performed in Krishna consciousness or for Vishnu only, അത് അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ അവതാരങ്ങളും എക്സ്പാൻഷൻസും അടങ്ങുന്ന എല്ലാ വിഷ്ണു തത്വങ്ങൾക്കും മാത്രം. അവരെ മാത്രമാണ് വർഷിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇവിടെ ഓർ ഫോർ വിഷ്ണു ഓൺലി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് meant for Vishnu or Vishnu Tattvas only.
the more the atmosphere becomes spiritualized. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വാതാവരണം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്താണ് സ്പിരിച്വലൈസ് ആവും, കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യും നമ്മൾ ഈ കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസിൽ. സോ ദ വേർഡ് ബ്രഹ്മ ഓർ ബ്രഹ്മൻ മീൻസ് സ്പിരിച്വൽ. ബ്രഹ്മ ഓർ ബ്രഹ്മൻ ഇതെല്ലാം കോണ്ടെക്ച്വലി ഇതിൻ്റെ മീനിങ് വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദ വേർഡ് ബ്രഹ്മ അതായത് ബ്രഹ്മൻ അതായത് സ്പിരിച്വൽ. അഹം ബ്രഹ്മാസ്മി എന്താണ്? ഐ എം എ സ്പിരിച്വൽ സ്പാർക്ക്. ആരുടെ? ഓഫ് ദാറ്റ് സുപ്രീം ബ്രഹ്മൻ. ഞാൻ ഭഗവാനാകുന്നു എന്നല്ല അവിടെ. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഐ എം ദ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ സുപ്രീം ബ്രഹ്മൻ. സോ ദ ലോർഡ് ഈസ് സ്പിരിച്വൽ and the rays of his transcendental body are called Brahma Jyoti. So ഭഗവാന്റെ ദേഹത്ത് നിന്ന് വരുന്ന ജ്യോതിക്ക് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നു. ഈ സ്പിരിച്വൽ എഫൾജൻസ്, എവറിഥിങ് ദാറ്റ് എക്സിസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബ്രഹ്മജ്യോതി. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഈ ബ്രഹ്മജ്യോതി. ഇതാണ് നമുക്ക് എല്ലാം ഈ സ്പിരിച്വൽ സ്കൈലാണ്. അത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ജ്യോതിയാണ് ഈ സ്പിരിച്വൽ സ്കൈ. അതിലാണ് ഈ സ്പിരിച്വൽ സ്കൈയിലാണ് എല്ലാ സ്പിരിച്വൽ വേൾഡും എല്ലാ മെറ്റീരിയൽ വേൾഡും. മെറ്റീരിയൽ വേൾഡ് 1/4 ആണ്. ഏകാംശേന സ്ഥിതോ ജഗത് എന്നാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ക്രിയേഷന്റെ ജസ്റ്റ് എ ഫ്രാഗ്മെന്റൽ പാർട്ടാണ് മെറ്റീരിയൽ വേൾഡ്. 1/4 സാധാരണ പറയുന്നത് 1/4. 3/4 ആത്മീയ ലോകം, സ്പിരിച്വൽ വേൾഡ്. അപ്പൊ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഭഗവാന്റെ സ്വയം ശരീരത്തിൽ വരുന്ന പ്രഭയിലാണ് ഇതെല്ലാം. So everything that exists is situated in that Brahma Jyoti. But when the Jyoti is covered by illusion, Maya or sense gratification, it is called material. അപ്പൊ നമ്മളിപ്പോ മഴക്കാലത്ത് സൂര്യനെ ക്ലൗഡ് കൊണ്ട് മറക്കപ്പെടുന്നു. സൂര്യൻ ഇല്ല എന്നാണോ അതിന്റെ അർത്ഥം? സൂര്യൻ അവിടെ തന്നെ, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോ അങ്ങനെ വരുന്ന സ്ഥിതിയിൽ എന്താണ് നമ്മൾ വിചാരിക്കുന്നു ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നു. എന്നിട്ട് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് കാര്യം ചെയ്യുന്നു. അതാണ് മായ. മായ മീൻസ് ദാറ്റ് വിച്ച് ഈസ് നോട്ട് പെർമനന്റ്. അത്രേ ഉള്ളൂ. അത് താൽക്കാലികമായിട്ട് ഉള്ള ഒരു കാര്യം. അപ്പൊ ഈ ശരീരം എന്നും എൻ്റെ കൂടെ ഉണ്ടാകുന്നു തെറ്റിദ്ധരിക്കുന്നതാണ് മായ. ഈ കാണുന്നതെല്ലാം എൻ്റെ എന്ന് തെറ്റിദ്ധരിക്കുന്നത് മായ. ഇതെല്ലാം മായാണ്. കാണിച്ചാൽ ഈ ശരീരം എന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കില്ല. എൻ്റെ ബന്ധുക്കൾ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കില്ല. എൻ്റെ പേരും പ്രശസ്തിയും പൊസിഷൻ ഇതൊന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ല. അത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള തെറ്റിദ്ധാരണയാണ് മായ. അപ്പോ ഭഗവാനെ മറന്ന് നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ മായാലോകത്തിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് കോൾഡ് മെറ്റീരിയൽ. അതാണ് ഭൗതികം. ദിസ് മെറ്റീരിയൽ veil can be removed at once by Krishna consciousness. Thus, the offering for the sake of Krishna consciousness, the consuming agent of such an offering or contribution, the process of consumption, the contributor and the result are all combined together Brahman. അപ്പോൾ എന്താണ് ബ്രഹ്മൻ? ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ദ ഓഫറിംഗ് ഫോർ ദ സേക്ക് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. നമ്മൾ എന്താണ് ഓഫർ ചെയ്യുന്നത്? ദ കൺസ്യൂമിങ് ഏജന്റ്, ഏത് ഏജന്റ് വഴിയാണോ അതെല്ലാം ഓഫർ ചെയ്യുന്നത്. ഓർ കോൺട്രിബ്യൂഷൻ, എന്താണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദ പ്രോസസ് ഓഫ് കൺസംഷൻ, വാട്ട് യു കോൾ പ്രൊസീജിയർ, ആ പ്രോസസ്സ്. ദ കോൺട്രിബ്യൂട്ടർ, ആരാണോ ചെയ്യുന്നത്. ആൻഡ് ദ റിസൾട്ട്, അതിൻ്റെ ഫലം. ഇതെല്ലാം കൂടിയതാണ് ബ്രഹ്മൻ ഓർ ദ അബ്സല്യൂട്ട് ട്രൂത്ത്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ക്രക്സ്. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അടങ്ങിയതാണ്. ദ ഓഫറിംഗ്, ദ കൺസ്യൂമിങ് ഏജന്റ് ആൻഡ് ദ കോൺട്രിബ്യൂഷൻ, ദ പ്രോസസ്, ദ കോൺട്രിബ്യൂട്ടർ, ദ റിസൾട്ട്. ഇതെല്ലാം കൂടിയതാണ്, കമ്പൈൻഡ് ആണ് ബ്രഹ്മൻ ഓർ ദ അബ്സല്യൂട്ട് ട്രൂത്ത്. ദ അബ്സല്യൂട്ട് ട്രൂത്ത് കവേർഡ് ബൈ മായ ഈസ് കോൾഡ് മാറ്റർ. അപ്പൊ ആ പരമസത്യത്തിനെ എപ്പോഴാണ് നമ്മൾ മറക്കുന്നത്? അത് നമ്മളെ മാറ്ററായിട്ട് കാണുന്നു, ഭൗതിക തലത്തിലുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് കാണുന്നത്. മാറ്റർ ഡൗട്ടൈൽഡ് ഫോർ ദ കോസ് ഓഫ് ദ അബ്സല്യൂട്ട് ട്രൂത്ത് റീഗെയിൻസ് ഇറ്റ്സ് സ്പിരിച്വൽ ക്വാളിറ്റി. അപ്പൊ അതേ മെറ്റീരിയൽ
എലിമെന്റ്സ് ഒരു മെറ്റീരിയൽ ആക്ടിവിറ്റീസ് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് അതിൻ്റെ സ്പിരിച്വൽ ക്വാളിറ്റി തിരിച്ചു കിട്ടുന്നു, അതായത് സച്ചിദാനന്ദമാകുന്നു. അത് മെറ്റീരിയൽ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ തോന്നുന്നെങ്കിലും അത് സ്പിരിച്വലായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു, പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി പാടുകയാണെങ്കിൽ അത് മെറ്റീരിയൽ ആക്ടിവിറ്റി ആയി. അതേ പാട്ട് ഭഗവാന്റെ കീർത്തനം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്താൽ അത് സ്പിരിച്വലായി. ആക്ടിവിറ്റി റിമെയിൻസ് സെയിം. പാട്ടാണ്, ഒരാൾ പാടുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു. ആ പാട്ട് ഒരു നോർമൽ സോങ്ങിന് പകരം ഡിവോഷണൽ സോങ് പാടുക, ഓക്കെ, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി പാടുക. അപ്പോൾ അത് സ്പിരിച്വൽ ആക്ടിവിറ്റി ആയി. അങ്ങനെ ഏത് കാര്യം, അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം ഭഗവാനെ ഓഫർ ചെയ്തിട്ട് കഴിക്കുമ്പോൾ അത് പ്രസാദമായി, അത് സ്പിരിച്വലായി. നമ്മൾ ഓഫീസിൽ പോകുന്നു, എന്തിനു വേണ്ടിയിട്ട്? ശമ്പളം കിട്ടണം, പണം കിട്ടണം. പണം കിട്ടിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ വീടിൻ്റെ വാടക കൊടുക്കണം, ഒരുപാട് ബിൽസ് പേ ചെയ്യണം, കുട്ടികളുടെ പഠിത്തം നോക്കണം, അല്ലെ, ഒരുപാട് മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ ഇത് എന്ത് ബോധത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ഇത് ജോലി ചെയ്താൽ മാത്രമേ എനിക്ക് പൈസ കിട്ടുള്ളൂ, എൻ്റെ കുടുംബത്തെയും മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസിനും സ്പിരിച്വലൈസ് ചെയ്യണം, ഭഗവാന്റെ ധാമിലേക്ക് നയിക്കണം, അവരെ കൃഷ്ണ കോൺഷ്യസ് ആയിട്ട് വളർത്തണം, അതിനുവേണ്ടി എനിക്ക് ലക്ഷ്യമിയുടെ ആവശ്യമുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി എന്തായി? സ്പിരിച്വലായി. സോ എവറിത്തിങ് ക്യാൻ ബി ഡൗട്ടേഡ് in the service of the Lord. Everything we can transform from material to spiritual. So when the mind is fully absorbed in Krishna consciousness, it is said to be in samadhi. അപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ യോഗ ലാഡറിൽ വരുന്ന ആ അവസാനത്തെ ഒരു ലിംബാണ് സമാധി, അല്ലേ? എന്താണ്? അഷ്ടാംഗയോഗം. 8 limbs ഓഫ് യോഗ, അഷ്ടാംഗ യോഗ. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി, അല്ലേ? അപ്പോൾ സമാധി പറഞ്ഞാൽ ടോട്ടലി ഫുള്ളി അബ്സോർബ് ഇൻ റിമംബറൻസ് ഓഫ് ദ അബ്സല്യൂട്ട്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ആക്ടിവിറ്റി, സ്പിരിച്വൽ ആക്ടിവിറ്റി അങ്ങനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ഓരോന്നും ഭഗവാന് വേണ്ടി, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി, ഭഗവാനെ സ്മരിച്ച് ചെയ്യുമ്പോൾ അത് സമാധിയായി. ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണത്. മറ്റത് ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. യമ, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, പിന്നെ ധ്യാനം, ധാരണ, ദെൻ സമാധി. അതൊരു പെർട്ടിക്കുലർ പ്രോസസ്സ്. ഇത് അങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സൊന്നും ചെയ്യേണ്ട. കൃഷ്ണാവബോധത്തിലൂടെ നമുക്ക് സമാധിയിലെത്താം. അതായത് ടോട്ടൽ കോൺസെൻട്രേഷൻ ഓർ ഫോക്കസ് ഓൺ ദ അബ്സല്യൂട്ട് ട്രൂത്ത്. Okay, so anything done, when the mind is fully absorbed in Krishna consciousness, it is said to be in samadhi or trance. അതാണ് യോഗ അഭ്യാസത്തിലൂടെ അവർ എത്തുന്നതും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്കും ചെയ്യാൻ പറ്റും. ഫുള്ളി കൃഷ്ണ കോൺഷ്യസ് ആയാൽ നമ്മളും സമാധിയിലായി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടഫ് മെത്തേഡ് കൂടെ പോകേണ്ട ആവശ്യമില്ല. കാരണം കലിയുഗത്തിൽ നടക്കില്ല. കലിയുഗത്തിൽ അഷ്ടാംഗയോഗം പറഞ്ഞിട്ടുള്ള ആ പരിപാടി നടക്കില്ല. കാരണം അതിനുള്ള ലൈഫ് സ്പാനും ഇല്ല, അതിനുള്ള സാഹചര്യങ്ങളും സർക്കംസ്റ്റൻസസും സിറ്റുവേഷൻസ് നമുക്കില്ല, അതിനുള്ള ഫോക്കസ് നമുക്കില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഇത് മറ്റ് യുഗങ്ങൾ പറഞ്ഞിട്ടിരിക്കുന്നത് അത് ഓക്കെ. ത്രേതായുഗത്തിലും സത്യയുഗത്തിലൊക്കെ, ദാറ്റ് വാസ് എസ്പെഷ്യലി സത്യയുഗത്തിൽ ഓക്കെ. പക്ഷെ കലിയുഗത്തിൽ ഈ അഷ്ടാംഗയോഗം നടക്കില്ല. അപ്പൊ നമുക്കെന്ത്? വളരെ സിമ്പിൾ മെത്തേഡ്. സിംപ്ലി ബൈ ചാൻഡിങ് ദ ഹരേ കൃഷ്ണ മഹാമന്ത്ര കോൺസ്റ്റന്റ്ലി, സിൻസിയർലി, without any offenses, we can reach the samadhi stage. So in that condition of spiritual consciousness, the contributor, the contribution, the consumption, the performer or the leader of the performance and the result or ultimate gain, everything becomes one in the absolute supreme Brahman. That is the method of Krishna consciousness. അപ്പോൾ ആ യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയും അതിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കർമ്മം ചെയ്യുമ്പോൾ, ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരു കോൺട്രിബ്യൂട്ടർ ഉണ്ട്, ചെയ്യുന്ന ആളുണ്ട്. കോൺട്രിബ്യൂഷൻ, നമ്മളുടെ
വാട്ട് യു കോൾ കോൺട്രിബ്യൂഷൻ തന്നെ. ആൻഡ് കൺസംഷൻ, എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് കൺസ്യൂം ചെയ്യുന്നത്. പെർഫോമർ ഓർ ദ ലീഡർ ഓഫ് ദ പെർഫോമൻസ് ആൻഡ് ദ റിസൾട്ട് ഓർ അൾട്ടിമേറ്റ് ഗെയിൻ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അവസാനം എന്താണ്? എല്ലാം കൂടി സുപ്രീം ബ്രഹ്മൻ. സോ ദാറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കൃഷ്ണ. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും, അതായത് പെർമിറ്റഡ് ആക്ടിവിറ്റീസ്, അത് സ്പെസിഫിക്കലി നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത ആക്ടിവിറ്റി ഭഗവാൻ സമർപ്പിക്കാൻ പാടില്ല. ആ ചെയ്യാൻ പാടുന്ന ഓരോ ആക്ടിവിറ്റിയും നമ്മൾ സ്പിരിച്വൽ ആക്കാൻ പറ്റും, കൃഷ്ണ കോൺഷ്യസ് ആക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ ആധ്യാത്മിക തലത്തിലേക്ക് ഉയരാൻ പറ്റും. മെറ്റീരിയലിൽ നിന്ന് സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി പ്രഭുജി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ്? ഇതില് മലയാളത്തിലെ തർജ്ജമയിലെ ഹവീസും യജ്ഞാഗ്നിയും, ഹവീസ് എന്ന് പറഞ്ഞാൽ എന്താ പ്രഭുജി? ഹോമിക്കുന്ന ആ സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ്. യെസ്, ഹോമിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഓക്കെ, നമ്മൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ലേ? അതേപോലെ നമ്മൾ ഹോമം ചെയ്യുമ്പോഴും യജ്ഞം ചെയ്യുമ്പോഴും, അതേപോലെ നമ്മൾ മറ്റുള്ള ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെയിറ്റി വേർഷിപ്പിന് ആരതി ചെയ്യുമ്പോൾ ഒരുപാട് പാരഫെർനാലിയ ആവശ്യമുണ്ട് അല്ലേ? നമുക്ക് ധൂപ്പ് വേണം, ദീപം വേണം, അർഘ്യ വേണം, കോൺഷെല്ല് വേണം, പീകോക്ക് ഫെദർ വേണം, ചാമര വേണം, അങ്ങനെ ഒരുപാട്. ഇതെല്ലാം എന്താണ്? ഇതൊക്കെ അർപ്പിക്കുന്ന വസ്തുക്കൾ. ഓക്കെ മാതാജി, വേറെന്തെങ്കിലും? പ്രഭു പറഞ്ഞില്ലേ സമാധി എന്ന് പറഞ്ഞില്ലേ പ്രഭു? ആ, സമാധിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ സമാധി. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള പല സ്റ്റേജിൽ കൂടെ പോയിട്ടാണ് സമാധി സ്റ്റേജിലേക്ക് വരുന്നത്. അഷ്ടാംഗ യോഗത്തില്. അതെ, ഇതിനകത്ത് നമുക്ക് നേരെ കൃഷ്ണാബോധം വഴി നേരെ സമാധിയിലേക്ക് അങ്ങനെ പോകും, നേരെയായിട്ടും പോകാം. അതല്ലേ? അതെ, മറ്റേ അഷ്ടാംഗ യോഗത്തിലെ സമാധി എത്തണമെന്നുണ്ടെങ്കിൽ ആ യമനിയമങ്ങളുടെ കൂടെ പോയി, അത് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. അത് സത്യയോഗത്തിലുള്ള പ്രോസസ്സാണ്. അന്ന് ആൾക്കാർക്ക് 100,000 years ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും, വാൽമീകി മഹർഷി 60,000 വർഷം തപസ് ചെയ്തു. അപ്പോൾ ഇറ്റ്സ് എ വെരി വെരി ടീഡിയസ്, വെരി വെരി ഡിഫിക്കൽട്ട് പ്രോസസ്. നമുക്ക് ഒന്നാമത് ലൈഫ് സ്പാൻ ഇല്ല. പിന്നെ നമ്മുടെ ഭാഗവതർ പറഞ്ഞ പോലെ പ്രായന അല്പായുഷ സഭ്യ കലു അസ്മിൻ യുഗേ ജനഃ മന്ദാഹ സുമന്ദമതയോ മന്ദഭാഗ്യ ഉദരത. അപ്പൊ കലികാലത്തിലെ ആൾക്കാരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. നമ്മുടെ അല്പായുസാണ്, നമ്മളുടെ ബുദ്ധി മന്ദമാണ്, നമ്മുടെ ലേസിയാണ്, എപ്പോഴും മടി. ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാലും ആരും ചെയ്യില്ല, എത്രയോ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ മക്കളോട് തന്നെ ഒരു കാര്യം പറഞ്ഞാൽ, ഒരു സാധനം എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞാൽ കേൾക്കില്ല. 3-4 തവണ പറഞ്ഞാൽ അവസാനം എന്തെങ്കിലുമൊക്കെ മനസ്സിൽ മുറിമുറുത്ത് കൊണ്ടുവരും. സോ വെരി, നമ്മൾ അത്രയും ഡിസ്റ്റർബ്ഡാണ് നമ്മുടെ മൈൻഡ്. നമുക്ക് ഭാഗ്യമില്ല, എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ്, ബുദ്ധിയില്ല, പിന്നെ മടിയാണ്, ലേസിയാണ്, നമ്മുടെ ലൈഫ് സ്പാനും കുറവാണ്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള യോഗ പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള, ആർക്കും ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന, ഈ സിറ്റുവേഷന് ഉതകുന്ന ഒരു മെത്തേഡാണ് കലികാലത്തിൽ കലൗ തദ് ഹരികീർത്തനാഥ് എന്ന് പറയുന്നത്. ഹരികീർത്തൻ. അപ്പോൾ അങ്ങനെ നമ്മളെ അപരാധമില്ലാണ്ട് വളരെ സിൻസിയറായിട്ട് നമ്മൾ ഈ നാമം ജപിക്കുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഹൃദയത്തിലെ കൽമശങ്ങളെല്ലാം കഴുകി കളയുന്നു.
അങ്ങനെ നമുക്ക് കൃഷ്ണാവബോധത്തിലൂടെ നമുക്ക് സമാധിയിലെത്താൻ പറ്റും. വളരെ സിമ്പിൾ പ്രോസസ്സ്. അപ്പോൾ അത് നമുക്ക് ഈ കലികാലത്തിലെ ആൾക്കാരെ നാമം ജപിക്കാൻ പറയുമ്പോൾ പ്രഭുജി വളരെ ബുദ്ധിമുട്ടാണ്, സമയമില്ല, ഓഫീസിൽ പോകണം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകണം, അവരെ പഠിപ്പിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ഒരു മാല ചെല്ലാൻ പറഞ്ഞ സമയമില്ല. അതാണ് പിന്നെ ഇവിടുന്ന് ഈ മറ്റുള്ള അഷ്ടാംഗയോഗം ചെയ്യാൻ പറ്റുന്നത്. ഭഗവാന് വേണ്ടി ഒരു 5 നിമിഷം ഒരു ദിവസത്തിൽ ഒരു 6-7 മിനിറ്റ് കൊണ്ട് ഒരു മാല ചെയ്യാം. അതിനും കൂടിയും അവർക്ക് സമയമില്ല, അത്രയും ബിസിയാണ്. എന്താണ് ഈ മായാലോകത്ത്, മായാവലയത്തിൽപ്പെട്ട ഇതാണ് എല്ലാം എല്ലാം എന്ന് മനസ്സിലാക്കി അവര് മായയുടെ കീഴില് ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ നാടാണ്, എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ പൈസയാണ്, ഈ മോഹത്തില്, അതായത് പ്രഭാത് പറയുന്നുണ്ട്, ഈവൻ ഭാഗവതം പറയുന്നുണ്ട്, അതായത് മെറ്റീരിയൽ വേൾഡില് എന്താണ് ദ അറ്റാച്ച്മെന്റ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. ദാറ്റ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. ഈ ഭൗതിക ലോകത്തിലെ നമ്മളുടെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ദ അട്രാക്ഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. അങ്ങനെ അട്രാക്ഷൻ വരുന്ന സമയത്ത് എന്തായി, അവർക്ക് ആ അട്രാക്ഷനിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചാൽ എന്തായി, നമുക്ക് വീട് വേണം, ഓക്കെ, പിന്നെ കുട്ടികൾ വേണം, പിന്നെ അവരെ പഠിപ്പിക്കണം, പിന്നെ അവരെ കല്യാണം കഴിക്കണം. അവർ അങ്ങനെ ഈ അറ്റാച്ച്മെന്റിൽ മുഴുകയാണ്, കൂടുതൽ കൂടുതൽ അറ്റാച്ച്മെന്റിലേക്ക് വരികയാണ്. അപ്പൊ നമ്മളുടെ മനുഷ്യ ജീവിതത്തിലെ ലക്ഷ്യത്തിനെ മറന്ന് നമ്മൾ ഈ സംസാര സാഗരത്തില് ജന്മ മൃത്യു ജരാവ്യാധി കൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് ആദ്യം സ്ത്രീ പുരുഷനായിട്ടുള്ള ഒരു അട്രാക്ഷൻ, അതിൽ അറ്റാച്ച്മെന്റായി ഒരാൾക്ക് മറ്റൊരാളില്ലാണ്ട് ജീവിക്കാൻ പറ്റാതെയായി. അങ്ങനെ ആ ജീവിത ഇതില് നമുക്ക് കുട്ടികളുണ്ടാവുന്നു, കല്യാണം കഴിപ്പിക്കുന്നു, കുട്ടികളുണ്ടാവുന്നു. കുട്ടികൾ ഉണ്ടാവുമ്പോൾ നമുക്ക് പണം വേണം, വീട് വേണം, വസ്ത്രം വേണം, ബാക്കി ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പൊ അതിനുള്ള പറക്കം പായലായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭൗതിക തലത്തില് ടോട്ടലി ഇൻവോൾവ് ആയിട്ട് ആ കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നു. ആധ്യാത്മിക തലത്തിൽ നമുക്ക് യാതൊരു വിവരവുമില്ല, അറിവുമില്ല, നമ്മൾ അതിലേക്ക് സമയം ചെലവഴിക്കുന്നില്ല. അങ്ങനെ ഈ സംസാര സാഗരത്തില് കടന്ന് കളിക്കുകയാണ്. അപ്പൊ അതിന്ന് നമുക്ക് രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ കലികാലത്തിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ചേതോദർപ്പണമാർജനം ഭവമഹാ, അല്ലേ? അപ്പോ ഈ ചേതോദർപ്പണമാർജനം എങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലെ ആ അഴുക്കുകളെ കഴുകിക്കളയാനുള്ള ഒരേ ഒരു മാർഗം നാമസങ്കീർത്തനം, ഹരിനാമം ചൊല്ലുക. ഗൃഹസ്ഥാശ്രമത്തില് നമുക്കിതെല്ലാം ആവശ്യമാണ്. ബ്രഹ്മചാരി, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ, ഈ 4 ആശ്രമങ്ങൾ, അല്ലെ? പിന്നെ 4 വർണ്ണങ്ങളുണ്ട്. എന്താണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അപ്പൊ നമ്മളെല്ലാം ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കെല്ലാം റിസ്ട്രിക്റ്റഡ് എൻജോയ്മെന്റ്സ്, നമുക്കെല്ലാം എൻജോയ് ചെയ്യാം, പക്ഷെ റിസ്ട്രിക്ഷൻ ഉണ്ട്, റെഗുലേറ്റഡ് ആണ് നമ്മുടെ എൻജോയ്മെന്റ്. റെഗുലേറ്റഡ് എൻജോയ്മെന്റ്സ് അലൗഡ് ആണ്, പക്ഷെ നമ്മൾ ഒരു ഫൈൻ ലൈന്, അത് എവിടെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് റിസ്ട്രിക്ട് ചെയ്യേണ്ടത്, എത്രത്തോളം പോവാം എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അതുകൊണ്ട് 10 കിട്ടിയാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം, 1000 കിട്ടിയാൽ 1,00,000 വേണം. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങള് പോയിക്കൊണ്ടേയിരിക്കുന്നു, എവിടെയും ഒരു സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ടോട്ടലി നമ്മളുടെ ലൈഫ് എന്തായി? മെറ്റീരിയലി ഓറിയന്റഡ് ആയി. സ്പിരിച്വാലിറ്റി ടോട്ടലി മറന്നു. അങ്ങനെ മെറ്റീരിയലി ഓറിയന്റഡ് ആയിട്ടുള്ള ലൈഫ് ആകുമ്പോൾ എന്ത് പറ്റി? നമ്മളുടെ ഹ്യൂമൻ ലൈഫ്സിന്റെ പെർഫെക്ഷനിൽ എത്താൻ പറ്റില്ല, ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റില്ല, അതിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്ന് ഒരേ ഒരു മോചനം നമ്മുടെ ഗുരു, സാധു, ശാസ്ത്ര, ഓക്കെ, അവരായിട്ട് ബന്ധം പുലർത്തി ഗുരു എന്താണ് പറയുന്നത്, സാധു എന്താണ് പറയുന്നത്, ശാസ്ത്രം എന്താണ് പറയുന്നത്, അതനുസരിച്ച് അറ്റ്ലീസ്റ്റ് ടു ബിഗിൻ വിത്ത് കുറച്ചെങ്കിലും ഒരു ദിവസത്തില് 1 മണിക്കൂറെങ്കിലും ഭഗവാന്റെ നാമം ചൊല്ലുക, ഭഗവാന്റെ ഭഗവത്ഗീത, ഭാഗവത വായിക്കുക. അങ്ങനെ നമ്മൾ പതുക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അതിനോട് രുചി വന്ന് പിന്നെ നമ്മുടെ പതുക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃഷ്ണ കോൺഷ്യസ് ആക്കിയിട്ട് മാറ്റണം. അപ്പൊ ഗ്രാജ്വലി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ഓവർനൈറ്റിൽ ഒരു പ്യൂർ ഡിവോട്ടി ഒന്നും ആവാൻ പറ്റില്ല. കാരണം നമ്മൾ ജന്മാന്തരമായിട്ട് അനാദി കാലം മുതൽക്ക് നമ്മളുടെ കൽമശങ്ങൾ നമ്മളുടെ സട്ടിൽ ബോഡിയിൽ
മൈൻഡിൽ ഇംപ്രഷൻസ് ആയിട്ടുണ്ട്. അതൊക്കെ ഓരോ സമയത്ത് അത് സർഫേസ് ചെയ്യും. അപ്പൊ അതൊക്കെ കൽമശങ്ങളാണ്. അതിനെല്ലാം കഴുകിക്കളയണം. അപ്പൊ അത് കഴുകിക്കളയാനുള്ള, അതിനെ നശിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം നാമസങ്കീർത്തനം, നാമജപം. അതിനെ യജ്ഞമായിട്ട് എടുക്കണം. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് യജ്ഞാനം ജപയജ്ഞോസ്മി. എല്ലാ യജ്ഞങ്ങളും ജപയജ്ഞമാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോസസ്സ് കൃഷ്ണ കോൺഷ്യസ് പ്രോസസ്സാണ്. മറ്റുള്ള പ്രോസസ്സ് ഈ കലികാലത്തിൽ റിലവൻ്റ് അല്ല. നമ്മൾ മനസ്സിലാക്കി. ഓക്കെ മാതാജി. താങ്ക് യു. Text 25. Devam eva pare yajnam yogina paryupasate brahmagno apare yajnam yajnena ivapo juvati. Devam eva pare yajnam yogina paryupasate brahmagno apare yajnam yajnena ivapo juvati. Okay, Mini Mataji. ദേവമേവാപരേ യജ്ഞം യോഗിനാ പര്യുപാസതേ ബ്രഹ്മജ്ഞാപരേ യജ്ഞം യജ്ഞേനൈവോപജൂഹതി. ഹരേ കൃഷ്ണ. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. ദേവമേവാചരേ യജ്ഞം യോഗിനാ പര്യുപാസതേ ബ്രഹ്മാഗ്നേവാപരേ യജ്ഞം യജ്ഞാനേവോപജാഹുതി. ജോബി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ദൈവമേവാവരേ യജ്ഞം യോഗിനാ പരിപാസതേ ബ്രഹ്മാഗ്നാവരേ യജ്ഞം യജ്ഞാനൈവോപജുഹതി. ശൈലജ മാതാജി. ശൈലജ മാതാജി ഇല്ലേ? ഓക്കെ. പ്രിയ മാതാജി. ദേവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹതി. ഓക്കെ. വിനോദിനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ദൈവമേവാപരേ യജ്ഞം യോഗിനാ പരിപാസതേ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ഹരേ കൃഷ്ണ പ്രഭു. ജീതു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദൈവമേവാപരേ യജ്ഞം യോഗിനാ പര്യുപാസതേ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹതി. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ദൈവമേവാപരേ യജ്ഞം യോഗിനാ പര്യുപാസതേ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ഹരേ കൃഷ്ണ. ശൈലജ മാതാജി വായിക്കാൻ പറ്റുമോ? ശൈലജ മാതാജി. മൈക്ക് ഓണാണ്. ഓഫാണ് മൈക്ക്. ഓഫാണ്. അപ്പൊ ഓക്കെ. ഇപ്പൊ ദൈവമേവാപരേ യജ്ഞം യോഗിനാ പര്യുപാസതേ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. വെരി ഗുഡ്. ഓക്കെ. മിനി മാതാജി അതിന്റെ ട്രാൻസ്ലേഷൻ വായിക്കും മലയാളത്തിന്. കേൾക്കുന്നില്ല. മിനി മാതാജി കേൾക്കുന്നില്ല. ഓക്കെ പ്രഭു. ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു. മറ്റു ചിലർ പരബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. Some yogis perfectly worship the demigods by offering different sacrifices to them, and some offer sacrifices in the fire of the Supreme Brahman. അപ്പോൾ പലതരത്തിലുള്ള ആരാധന രീതികളുണ്ട്, വർഷിപ്പ് മെത്തേഡ്സ് ഉണ്ട്. ചില ആൾക്കാർ അന്യ ദേവി ദേവതമാർക്ക് സാക്രിഫൈസസ് യജ്ഞങ്ങൾ ചെയ്യുന്നു. ചില ആൾക്കാർ സാക്രിഫൈസ് ഇൻ ദ ഫയർ സുപ്രീം ബ്രഹ്മൻ. കർമ്മസത്യത്തിൽ നോക്കാം. As described above, a person engaged in discharging duties
in Krishna consciousness is also called a perfect yogi or a first-class mystic. But there are others also who perform similar sacrifices in the worship of demigods, and still others who sacrifice to the Supreme Brahman or the impersonal feature of the Supreme Lord. അപ്പോൾ ഇവിടെ 3 കാറ്റഗറിയാണ്. ഓക്കെ, ഒന്ന് കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ ഉള്ള ഡിവോട്ടീസ്. അവർ ആരാണ്? വിഷ്ണു തത്വ, കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണു തത്വങ്ങളെ പ്രാർത്ഥിക്കുന്നു, അവരെ ഉപാസിക്കുന്നു. പിന്നെ ചില ആൾക്കാർ ഡെമിഗോഡ്സിന്. ഡെമിഗോഡ്സ് ആരാണ് നമുക്ക് എല്ലാവരും അറിയാം. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി ആരാണ്? ബ്രഹ്മജ്യോതി, ഇംപേഴ്സണലിസ്റ്റ്, ഭഗവാന്റെ ശക്തിയെ. അപ്പൊ ഇത് 3 തരത്തിലുള്ള ആൾക്കാരാണ്. So as described above, a person engaged in discharging duties in Krishna consciousness, also called a perfect yogi or a first-class mystic. But there are others also who perform similar sacrifice. അതേപോലെ തന്നെ സാക്രിഫൈസ് യജ്ഞങ്ങൾ ചെയ്യുന്നു. പക്ഷെ ആരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്? അന്യദേവി ദേവതമാരുടെ. അവരുടെ ഉദ്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നത്? ഭഗവാനെ അത്രയും ഇഷ്ടമായത് കൊണ്ടാണോ? നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ. നമ്മുടെ പെട്ടെന്ന് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ? പെട്ടെന്ന് സാധിക്കും. പെട്ടെന്ന് സാധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഈ കാറ്റഗറിയിൽ പെടും. പെർഫോം സിമിലർ സാക്രിഫൈസ് ഇൻ ദ വർഷിപ്പ് ആൻഡ് സ്റ്റിൽ അതേഴ്സ്. വേറെ തരത്തിലുള്ള എന്താ പറയുക? ഹു സാക്രിഫൈസ് സുപ്രീം ബ്രഹ്മൻ ഓർ ദ ഇംപേഴ്സണൽ ഫീച്ചർ. അതായത് ഭഗവാന്റെ നിരാകാരവാദികൾ, ആകാരമില്ല, രൂപമില്ല എന്ന് വിചാരിച്ചു. അതായത് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയെ, ബ്രഹ്മൻ, അത് ഭഗവാൻ ശക്തിയാണ്, ബ്രഹ്മനാണ്. ഭഗവാന് രൂപമില്ല, ആട്രിബ്യൂട്ട്സ്, വിശേഷണങ്ങളില്ല, അതേപോലെ ഗുണമില്ല എന്ന് കരുതുന്ന ആൾക്കാര് വേറെ. അങ്ങനെ പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള ആൾക്കാരാണ് പറയുന്നത്. സോ ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സാക്രിഫൈസസ് ഇൻ ടേംസ് ഓഫ് ഡിഫറെന്റ് കാറ്റഗറീസ്. ഇവർക്കൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാക്രിഫൈസ് ഉണ്ട് ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ എന്ന് നമുക്ക് നോക്കാം. Such different categories of sacrifice by different types of performers only superficially demark varieties of sacrifice. Factually, sacrifice means to satisfy Supreme Lord Vishnu, who is also known as Yajna. അപ്പൊ ശരിക്ക് സാക്രിഫൈസ് പറഞ്ഞാൽ ആരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. ഭഗവാന്റെ to satisfy the Supreme Lord Vishnu. സാക്രിഫൈസ് പറഞ്ഞാൽ, യജ്ഞം എന്ന് പറഞ്ഞാൽ യജ്ഞപുരുഷൻ വിഷ്ണു ആണ് അല്ലേ? അപ്പൊ ആ വിഷ്ണു അല്ലെങ്കിൽ വിഷ്ണു തത്വങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ആരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്? അന്യദേവി ദേവതമാരുടെ അല്ലെങ്കിൽ ഇംപേഴ്സണൽ ബ്രഹ്മന്റെ. അത് ശരിക്കുള്ള യജ്ഞമാണോ? അല്ല. യജ്ഞ എന്ന് പറഞ്ഞാൽ വിഷ്ണു, യജ്ഞപുരുഷൻ വിഷ്ണു. യജ്ഞം ചെയ്യുന്നത് വിഷ്ണുവിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. സോ ഓൾ ദ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സാക്രിഫൈസ് ക്യാൻ ബി പ്ലേസ് വിത്തിൻ 2 പ്രൈമറി ഡിവിഷൻസ്. മറ്റു വിധത്തിലുള്ള സാക്രിഫൈസിനെ ബ്രോഡ്ലി 2 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്താണ്? നെയ്മലി സാക്രിഫൈസ് ഓഫ് വേൾഡ്ലി പൊസഷൻ ആൻഡ് സാക്രിഫൈസ് ഇൻ പെർസ്യൂട്ട് ഓഫ് ട്രാൻസെൻഡന്റ് നോളേജ്. അത് 2 എണ്ണം. ഒന്ന് വേൾഡ്ലി പൊസഷൻസ് വേണ്ടിയിട്ട്, ഒന്ന് ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള സാക്രിഫൈസ്. ചുരുക്കത്തില് കർമ്മയോഗം ആൻഡ് ജ്ഞാനയോഗം. മറ്റു നേരത്തെ പറഞ്ഞ ഭക്തിയോഗം. അപ്പൊ 3 കാറ്റഗറി ഞാൻ പറഞ്ഞത്. ഒന്ന് ഭക്തിയോഗം, അത് ദാറ്റ് ഇസ് ദ റൈറ്റ് വൺ. മറ്റത് കർമ്മയോഗം, വേൾഡ്ലി പൊസഷന് വേണ്ടിയിട്ട്, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. മറ്റത് എന്താണ്? ജ്ഞാനയോഗം, ഇംപേഴ്സണൽ വർഷിപ്പ്. അതാണ് ഇവിടെ പറഞ്ഞത്. വേൾഡ്ലി സാക്രിഫൈസ് ഓഫ് വേൾഡ്ലി പൊസഷൻ ആൻഡ് സാക്രിഫൈസ് ഇൻ പെർസ്യൂട്ട് ഓഫ് ട്രാൻസെൻഡന്റ് നോളേജ്. സോ ദോസ് ഹു ആർ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് സാക്രിഫൈസ് ഓൾ മെറ്റീരിയൽ പൊസഷൻസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സുപ്രീം ലോർഡ്. അപ്പൊ കൃഷ്ണാവബോധത്തിലുള്ള ആൾക്കാര് അവരുടെ മെറ്റീരിയൽ പൊസഷനൊക്കെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നു. While others who want some temporary material happiness sacrifice their material possession to satisfy demigods such as Indra, the sun god, etc. അപ്പോ താൽക്കാലികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവരുടെ പൊസഷൻസ്
മറ്റ് ദേവീ ദേവതന്മാർക്ക് അർപ്പിച്ചിട്ട് കാര്യം സാധിക്കുന്നു, വേൾഡ് പൊസഷന് വേണ്ടിയിട്ട്. അതാരെ? അവര് ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, വരുണൻ, വായു, അഗ്നി, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവരുടെ പൊസഷൻസ് കുറച്ച് അവർ സാക്രിഫൈസ് ചെയ്യുന്നു. ആൻഡ് അതേഴ്സ് ഹു ആർ ഇംപേഴ്സണലിസ്റ്റ്, അതായത് ഭഗവാന് രൂപമില്ല, വിശേഷങ്ങളില്ല, അതേപോലെ ഗുണമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ബ്രഹ്മൻ, ഭഗവാൻ ബ്രഹ്മനാണ്, അങ്ങനെ വിചാരിക്കുന്ന ആൾ എന്താ ചെയ്യുന്നത്? അവരെ ഇംപേഴ്സണലിസ്റ്റ് പറയുന്നു. സാക്രിഫൈസ് ദർ ഐഡന്റിറ്റി ബൈ മെർജിങ് ഇൻ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഇംപൾസ് ഓഫ് ബ്രഹ്മൻ. അപ്പൊ അവരെന്താണ്? എനിക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയാൽ ഞാൻ ഈ ബ്രഹ്മജ്യോതിയില് ലയിക്കുന്നു. അപ്പൊ എന്റെ സ്വന്തം ഐഡന്റിറ്റി, എന്റെ അസ്തിത്വത്തിനെ അവർ കളയുന്നു. ഞാൻ സെൽഫ് റിയലൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ ബ്രഹ്മനില് ലയിക്കുന്നു എന്നുള്ള ആ ഒരു സിദ്ധാന്തം ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ സൈദ്ധാന്തികമായിട്ട് 3 തരത്തിലുള്ള സിദ്ധാന്തം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. പറയുന്നത് ദ ഡെമിഗോഡ്സ്. ആരാണ് ഡെമിഗോഡ്സ്? ഡെമിഗോഡ്സ് ആർ പവർഫുൾ ലിവിംഗ് എനർജീസ് appointed by the Supreme Lord for maintenance and supervision of all material functions like the heating, watering and lighting of the universe. അപ്പോൾ ഡെമിഗോഡ്സ് പറഞ്ഞാൽ അന്യ ദേവി ദേവതമാര്, അവരുടെ പോർട്ട്ഫോളിയോ, അവരുടെ ഡിപ്പാർട്ട്മെന്റ്, അവരൊക്കെ ഈ പ്രപഞ്ചത്തിലെ ഹയർ ലിവിംഗ് ബീങ്സ് ആണ്. ഹയർ, നമ്മളിപ്പോഴുള്ള ആൾക്കാരല്ല. ഒരു ഓഫീസിൽ തന്നെ സാധാരണ വർക്കേഴ്സ് ഉണ്ട്, അതിന്റെ മീതെ സൂപ്പർവൈസേഴ്സ് ഉണ്ട്, അതിന്റെ മീതെ ഓഫീസേഴ്സ് ഉണ്ട്, അവരുടെ മീതെ മാനേജേഴ്സ് ഉണ്ട്, അവരുടെ മീതെ ജനറൽ മാനേജർ, മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ, അങ്ങനെ പോകുന്നു. അപ്പൊ ഇതൊന്നും സെയിം കാറ്റഗറി അല്ല. അതേപോലെ ഇവരെ ഹയർ പൊസിഷനിലുള്ള എക്സാൾട്ടഡ് ഡിവോട്ടീസ് ആണ്. അവർ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെല്ലാം എന്താണ്? യൂണിവേഴ്സൽ മാനേജ്മെന്റ് നോക്കി നടത്തുന്ന ആൾക്കാരാണ്. ഈ യൂണിവേഴ്സലിലെ ഒരുപാട് മാനേജേഴ്സ് ആവശ്യമുണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് ആക്ച്വലി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? ഭഗവാന്റെ തന്നെ റെപ്രസെന്റേറ്റീവ്സ്, ഓത്തറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്സ്, അവരാണ് ഡെമിഗോഡ്സ്. അവരുടെ ഡിപ്പാർട്ട്മെന്റ്, ചില ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇതാ ഹീറ്റിംഗ്, വാട്ടറിങ്, ലൈറ്റിംഗ് തുടങ്ങിയിട്ടുള്ളത്. അതായത് ഫയർ ഗോഡ്, ലൈറ്റിംഗ്, സൺ ഗോഡ്, വാട്ടറിങ് ആരാണ്? ഇന്ദ്രൻ. Okay, just few examples. So those who are interested in material benefits worship the demigods by various sacrifices according to the Vedic rituals. അപ്പോൾ അതും അലൗഡ് ആണ്. അപ്പോൾ അങ്ങനെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്യ ദേവി ദേവതമാരെ നമ്മൾ ഉപാസിക്കുന്നു. വേദത്തിൽ പറഞ്ഞ പ്രകാരം അത് പ്രത്യേകം എഴുതിന്റെ അക്കോർഡിംഗ് ടു വേദിക് റിച്വൽസ്. വേദങ്ങളിൽ എന്താണോ പരാമർശിച്ചിട്ടില്ല അത് പ്രകാരം നമ്മളുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റില്ല. വേദങ്ങളിൽ അതിന്റെ വിധികൾ പറഞ്ഞിട്ടുണ്ട്, ആ വിധി പ്രകാരം ചെയ്യണം, എന്നാൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടുള്ളൂ. സോ ദേ ആർ കോൾഡ് ബഹു ഈശ്വരവാദി. ബഹു ഈശ്വരവാദി അപ്പൊ ഒരു ഗോഡല്ല, ഒരുപാട് ദൈവങ്ങളുണ്ട്. ബഹു ഈശ്വരവാദി ഓർ ബിലീവേഴ്സ് ഇൻ മെനി ഗോഡ്സ്. അപ്പൊ ആക്ച്വലി ഗോഡ് ഒരുപാട് ഈശ്വരന്മാരുണ്ടോ? ഈശ്വരൻ ഒന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, ഉപാസിക്കുന്ന ആൾക്കാർ ബഹു ഈശ്വരവാദീസ് ആണ്, അല്ലെങ്കിൽ ബിലീവേഴ്സ് ഇൻ മെനി ഗോഡ്സ്. ബട്ട് അതേഴ്സ് who worship the impersonal feature of the supreme, the absolute truth, and regard the forms of the demigods as temporary, sacrifice their individual selves in the supreme fire and thus end their individual existence by merging into the existence of the supreme. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി, ആദ്യത്തെ കാറ്റഗറി ഞാൻ കൃഷ്ണാവബോധത്തിലുള്ള കൃഷ്ണഭക്തന്മാരെ മാറ്റി നിർത്തിയാൽ 2 കാറ്റഗറി, ഡെമിഗോഡ് വർഷിപ്പേഴ്സ്. രണ്ടാമത് ജ്ഞാനികള്, അവരുടെ അസ്തിത്വം തന്നെ കളയുന്നു. അവർ ഡെമിഗോഡ് വർഷിപ്പ് ചെയ്യില്ല, കാരണം അതെല്ലാം ടെമ്പററി ആണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിന് പോകുന്നില്ല. അവരെന്താണ്? ജ്ഞാനമാർഗത്തിലൂടെ സ്വയം അസ്തിത്വത്തെ കളഞ്ഞ് ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് കാറ്റഗറി. സച്ച് impersonally sacrifice their time in philosophical speculation to understand the transcendental nature of the supreme. അവരെല്ലാം ജ്ഞാനികളാണ്. അവരെന്താണ് ചെയ്യുന്നത്? സാധാരണ
കർമ്മയോഗത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. കർമ്മ ആക്ടിവിറ്റീസ് എന്താണ്? നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. കർമ്മം നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിക്കുന്നു, വീണ്ടും നമുക്ക് ജനിക്കേണ്ടി വരും, അതുകൊണ്ട് കർമ്മം ചെയ്യണ്ട. അപ്പൊ അവരെന്തിൽ ഏർപ്പെടുന്നു? സ്ക്രിപ്ചർ, സ്പെക്കുലേഷൻ, പറയുന്നത് ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ. ഉപനിഷത്തുകൾ വായിക്കുക, വേദങ്ങൾ വായിക്കുക, അതിനെപ്പറ്റി ചർച്ച ചെയ്യുക, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ, അതെല്ലാം ട്രാൻസെൻഡന്റൽ ആക്ടിവിറ്റീസ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവരെന്താ, ഭഗവാന്റെ രൂപത്തിന്, ഭഗവാൻ ഒരു പേഴ്സൺ ആണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. Okay. In other words, the fruity workers sacrifice their material possessions for material enjoyment. Okay. അപ്പോ കർമ്മയോഗത്തിൽ ഉള്ള ആൾക്കാര് അവരുടെ പൊസഷൻസ്, അവരുടെ മെറ്റീരിയൽ പൊസഷൻ, അവരുടെ ധനം, അവരുടെ കഴിവുകൾ, ടാലന്റ്, അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും, അവരുടെ പൊസഷൻ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? അവർ കർമ്മയോഗികളാണ്. അവര് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവർ ചെലവഴിക്കുന്നു. കാരണം അതിന്റെ റിസൾട്ട് എന്താണ്? മെറ്റീരിയൽ എൻജോയ്മെന്റ്. അവർ ആഗ്രഹിക്കുന്നത് ഭൗതിക തലത്തിൽ അവർ കൂടുതൽ ആസ്വദിക്കണം, ഇന്ദ്രിയ ഭോഗം ചെയ്യണം. Whereas the impulsive sacrifices is material designations with a view to merging into the existence of Supreme. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാര് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവരുടെ പൊസഷൻസ് ഭഗവാന് സമർപ്പിക്കുന്നു. മറ്റൊരു കൂട്ടം ആൾക്കാര് അവരുടെ മെറ്റീരിയൽ ഡിസിഗ്നേഷൻസ് ഭഗവാനിൽ ചെന്ന് ലയിക്കാൻ വേണ്ടിയിട്ട് അർപ്പിക്കുന്നു. പിന്നെ ഏറ്റവും മുകളിലുള്ള ആൾക്കാര് ഭക്തന്മാരുടെ അതായത് ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട്, കൃഷ്ണപ്രേമം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഉപാസിക്കുന്നു. അതായത് ഓൺലി വിഷ്ണു തത്വ, വേറെ ആരെയും അവർ ഉപാസിക്കില്ല. ഫോർ ദ ഇംപേഴ്സണലിസ്റ്റ് ദ ഫയർ ആൾട്ടർ ഓഫ് സാക്രിഫൈസ് ഈസ് ദ സുപ്രീം ബ്രഹ്മൻ. മായാവാദ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ദ ഫയർ ആൾട്ടർ ഓഫ് സാക്രിഫൈസ് ഈസ് സുപ്രീം ബ്രഹ്മൻ. അവരുടെ ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സുപ്രീം ബ്രഹ്മൻ, അതായത് ബ്രഹ്മജ്യോതി, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ബ്രഹ്മജ്യോതിയാണ് അൾട്ടിമേറ്റ് അവർക്ക്. And the offering of the self is being consumed by the fire of Brahman. The Krishna conscious person, like Arjuna, however, sacrifices everything for the satisfaction of Krishna, and thus all his material possession, as well as his own self, everything is sacrificed for Krishna. Thus, he is a first-class yogi, but he does not lose his individual existence. അപ്പോൾ ഭക്തന്മാര്, ശുദ്ധ ഭക്തന്മാര്, ഉദാഹരണത്തിന് അർജുനനെ പോലുള്ള ആൾക്കാര്, അവരുടെ സാധനങ്ങൾ മാത്രമല്ല, അവരുടെ കഴിവും എല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി, ഹിസ് ഓൺ സെൽഫ് ഈസ് ഗിവൺ ടു കൃഷ്ണ ഫോർ ഹിസ് സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ കർമ്മം മാത്രമല്ല, കർമ്മഫലം മാത്രമല്ല, സ്വയം ഭഗവാനെ സമർപ്പിക്കുന്നു. നമ്മൾ സാധാരണ എന്താ പറയാ ചെയ്യുന്ന വെച്ചാൽ കർമ്മഫലം ത്യജിക്കുന്നു, സ്വയം ത്യജിക്കുന്നില്ല, സ്വയം ഭഗവാന് കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ എന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കുകയാണ്, ഞാൻ ഭഗവാന്റെയാണ്, എനിക്കായിട്ടുള്ള യാതൊന്നുമില്ല. അപ്പൊ എന്റെ കർമ്മം മാത്രമല്ല, കർമ്മഫലം മാത്രമല്ല, ഞാൻ സ്വയം ഭഗവാനെ അർപ്പിക്കുന്നതാണ് കൃഷ്ണ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിവോട്ടി, ഒരു ശുദ്ധ ഭക്തൻ. അതാണ് ഇവിടെ പറയുന്നത്. അർജുന ഹവർ സാക്രിഫൈസസ് എവരിതിങ്, എല്ലാം. എന്തൊക്കെ? ഹിസ് ദ റിസൾട്ട് ഓഫ് ഹിസ് ആക്ഷൻ, ദ ആക്ഷൻ ആൻഡ് ഹി ഹിംസെൽഫ്, എല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി അർപ്പിക്കുന്നു. എവറിഥിങ് ഇസ് സാക്രിഫൈസ് ഫോർ കൃഷ്ണ. ദസ് ഈസ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭക്തൻ എന്നറിയപ്പെടുന്നത്. ഈസ് ദ ഫസ്റ്റ് ക്ലാസ് യോഗി, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ലൂസ് ഹിസ് ഇൻഡിവിജ്വൽ. അത് മാത്രമല്ല, തൻ്റെ അസ്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. മായാവാദ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അവരുടെ അസ്തിത്വം കളഞ്ഞു കുളിക്കുന്നു. കാരണം വെച്ചാൽ അവർ ഭഗവാനിൽ ലയിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നത്. ഇവിടെ അർജുനൻ തൻ്റെ അസ്തിത്വത്തിനെ നിലനിർത്തിക്കൊണ്ട് സ്വയം ഭഗവാൻ സമർപ്പിക്കുന്നു, തൻ്റെ ആക്ടിവിറ്റീസ് ഭഗവാൻ സമർപ്പിക്കുന്നു, ആ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടാകുന്ന ഫലം ഭഗവാൻ സമർപ്പിക്കുന്നു, എല്ലാം, എവറിഥിങ്. സോ ഹി ഈസ് ദ ഫസ്റ്റ് ക്ലാസ് യോഗി ഓർ ഫസ്റ്റ് ക്ലാസ് ഡിവോട്ടി. അപ്പൊ ഈ 3 കാറ്റഗറിയില് കൃഷ്ണഭക്തനുണ്ട്, കർമ്മയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ ജ്ഞാനയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? കൃഷ്ണ കോൺഷ്യസ് ഡിവോട്ടി, അല്ലേ?
എന്നാണ് പറയുന്നത്. ഈ ശ്ലോകത്തിലെ എസൻസ്. അടുത്തത് 26 will wait in the next week. वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमः। अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे, हरि हरि बोल।